കോഴിക്കോട് മേപ്പയൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി വിവാഹാഘോഷം സംഘടിപ്പിച്ചതിൽ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. മുഴുവൻ വാഹനവും ഹാജരാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസിനാസ്പദമായ ആർഭാട യാത്രയുടെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. വിവരങ്ങൾ നൽകാൻ ശരത് എസ് ഉണ്ട് നമുക്കൊപ്പം. ശരത്, ഈ ആഘോഷമായിക്കോട്ടെ പ്രതിഷേധമായിക്കോട്ടെ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു നടപടിയും അത് നന്നല്ല. ഉറപ്പായും ഇതിനെതിരെ പ്രതിഷേധവും അതോടൊപ്പം നടപടിയും ഉണ്ടാവേണ്ടതാണ്. എന്താണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നീക്കം? ഷിയാസ്, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം നടക്കുന്നത്. അതായത് പൊതുനിരത്തിൽ അപകടകരമായ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടാക്കി വാഹനം ഓടിച്ചു എന്നുള്ളതാണ് പ്രധാനമായും പരാതി വന്നിരിക്കുന്നത്. വിവാഹാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അതിരു കടന്നുള്ള ആഘോഷ പരിപാടി കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നടക്കോട് സ്വദേശിയുടെ വിവാഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ റോഡ് ഷോ സംഘടിപ്പിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ നാട്ടുകാരുൾപ്പെടെ വലിയ പരാതിയുമായി രംഗത്ത് വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ 5 വാഹനങ്ങളാണ് ഇത്തരത്തിൽ അതിരു കടന്നുള്ള റോഡ് ഷോയുടെ ഭാഗമായി വന്നിട്ടുള്ളത്. അതിൽ 5 വാഹനങ്ങളുടെ നമ്പർ അടക്കം മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ ഉടമകളോട് നാളെ തന്നെ ഈ 5 വാഹനങ്ങളും മോട്ടോർ വാഹന വകുപ്പിന് മുൻപിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വാഹനം ഓടിച്ച ആളുകളോടും അവരുടെ ലൈസൻസ് ഉൾപ്പെടെയുള്ള അത്തരം രേഖകളുമായി എത്താൻ കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. തുടർന്ന് നാളെ ഇതൊക്കെ തന്നെ പരിശോധിച്ച ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. നിലവിൽ ഇപ്പോൾ ഈ വാഹനങ്ങളുടൻ തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പിന് മുൻപിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചവരെ തിരിച്ച് ബുദ്ധിമുട്ടിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു.